Hi friends, T-Square പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ജിംബിളിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു ജിംബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ dji എന്നുള്ള കമ്പനിയുടെ OSMO മൊബൈൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിംബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ സെറ്റപ്പുകൾ, അതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ജിംബിൾ എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ജിംബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസ്, നമുക്ക് വീഡിയോ ആയിക്കോട്ടെ, മെയിനായിട്ട് വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ജിംബിളിൻ്റെ ബേസിക്കലി ഏറ്റവും സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു. ഒരുപാട് ഷോർട്ട് ഫിലിംസ് റിലീസ് ചെയ്തൊരു കാലമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മുടെ ക്യാമറ ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇല്ലാത്തവർക്ക് അത്യാവശ്യം ഒരു മൊബൈൽ ഫോണിൽ, നമുക്കറിയാം ഒട്ടുമിക്ക മൊബൈൽ ഫോണുകളിലും ഒരു ഫുൾ HD 60 ഫ്രെയിംസ്, ഒരു 4K 30 ഫ്രെയിംസ് വരെയൊക്കെ എല്ലാ ഫോണുകളിലും ഏകദേശം അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ, മെയിനായിട്ട് വീഡിയോസ്, ഷോർട്ട് ഫിലിം ആകുമ്പോൾ വീഡിയോസ് ആണല്ലോ, വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല വൃത്തിയായിട്ട് സിനിമാറ്റിക് ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എക്സ്റ്റേണലി സഹായിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ ജിംബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ജിംബിൾസിന് കമ്പാരിറ്റീവ്ലി ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ജിംബിൾസിനേക്കാൾ വില കുറവാണ്. വില കുറവെന്ന് വെച്ചാൽ ഒരുപാട് കുറവല്ല, അത്യാവശ്യം വില ഉണ്ട്, മറ്റേ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് പറയാനായിട്ട് സാധിക്കും. സോ അതാണ് ജിംബിൾ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മികച്ചൊരു കമ്പനിയുടെ, dji എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ജിംബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞത്. നമ്മുടെ djiയുടെ OSMO മൊബൈൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജിംബിളിൻ്റെ കൂടുതൽ വിശേഷങ്ങളും സവിശേഷതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളതിൻ്റെ കൂടുതലായിട്ടുള്ള ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 ആക്സിസ് സ്റ്റെബിലൈസേഷനാണ് നമുക്ക് ഈ ഒരു ജിംബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ആക്സിസിലുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ജിംബിൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ട് പറയാവുന്നത് ഹൈലി പോർട്ടബിൾ ആണ് ഈ ഒരു ഡിവൈസ്. നമ്മൾ നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്കിത് ഫോൾഡ് ചെയ്തുകൊണ്ട് എടുത്തേക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങോട്ട് വേണമെച്ചാൽ വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് പറ്റും. അതിനൊപ്പം തന്നെ നമുക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓസ്മോയുടെ dji കൊണ്ട് ഒരു പൗച്ച്, ഒരു ക്യാരിയിങ് പൗച്ച് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. സോ ഹൈലി പോർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 405 ഗ്രാം മാത്രമാണ് ഇത് വെയിറ്റ് വരുന്നത്. വളരെ വെയിറ്റ് കുറഞ്ഞതും ഹൈലി പോർട്ടബിൾ ആയിട്ട് ഡിവൈസാണ് നമ്മുടെ dji OSMO മൊബൈൽ 3 എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഗ്രിപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ഗ്രിപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2450 mAh ഒരു ബാറ്ററിയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് തന്നെയാണ്. ഏകദേശം 15 ഹവർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കൂടിയൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു ജിംബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട്, നമുക്ക് 10 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആക്കാനും സാധിക്കും. സോ വളരെ കുറഞ്ഞ ഒരു ടൈം മതി നമുക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ കൂടിയൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ജിംബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താനും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു C ടൈപ്പാണ് നമ്മുടെ ചാർജിംഗ് പോർട്ട് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജിംബിൾ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു USB A ടൈപ്പ് പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ dji OSMO എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ലാപ്സ്, സ്ലോ മോഷൻ, പനോരമ, സ്പോർട്സ് മോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി പേസ് ആക്ഷൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ട്രാ കേപ്പബിലിറ്റീസ് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ dji OSMO എന്ന് പറഞ്ഞൊരു ആപ്പ് അവൈലബിൾ ആണ്. സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജിംബിളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കേപ്പബിലിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജിംബിളാണ് നമ്മുടെ djiയുടെ OSMO മൊബൈൽ 3 എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബട്ടൺസിനെ കുറിച്ചൊക്കെ നോക്കാം. ആദ്യം നമ്മളിതിൻ്റെ എക്സ്റ്റേണലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സവിശേഷതകളൊക്കെ തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ബട്ടൺസ് ആയിട്ട് നോക്കി നോക്കാം. സോ മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള കൺട്രോൾസൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, പവർ ഓൺ ചെയ്യും. അങ്ങനെ പവർ ഓൺ ചെയ്യുന്ന ഒരു ബട്ടൺ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം ഒരു ലെവലിലേക്ക് എത്തുന്നു, പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണിത്. പിന്നെ നമുക്കിതിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനലോഗാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ഒരു അനലോഗ് സ്റ്റിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനലോഗ് വന്നിട്ടുണ്ട്. ഫർദർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബട്ടൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറ, ഡിഫോൾട്ട് ക്യാമറ ആപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പവർ ബട്ടൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഈ 2 മോഡുകൾ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ള സ്വിച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ TW, അഥവാ നമ്മൾ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യണം. സൂം ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യണം. നമ്മുടെ ഡിഫോൾട്ട് ക്യാമറ ആപ്പ് ആയിക്കോട്ടെ, നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾഡ് ആയിരിക്കും.
ഫർദർ ഇതിൻ്റെ സ്വിച്ച് വന്നിട്ടുള്ളത് ബാർവയർ സ്വിച്ച് വന്നിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ള സ്വിച്ചാണ്. സോ ഈ ബാക്ക് സൈഡിലുള്ള സ്വിച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു സ്വിച്ചിൽ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ് മോഡ് എന്നാണ് ആ സംഭവത്തെ നമ്മൾ പറയുന്നത്. ആക്റ്റീവ് മോഡ് 3.0 ആണ് വന്നിട്ടുള്ളത്. ആക്റ്റീവ് മോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സംഭവം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നാലെ അങ്ങനെ പോകുന്നതാണ് ആക്റ്റീവ് മോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സിംഗിൾ ടാപ്പ് കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡാണ്. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെൻറ്റർ ചെയ്യാണ് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ റീസെൻറ്റർ ചെയ്തിട്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അത് റീസെൻറ്റർ ചെയ്യാണ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസെൻറ്റർ ചെയ്യാണ് ചെയ്യുക. ഫോൺ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസെൻറ്റർ ചെയ്യും. അതാണ് ഡബിൾ ടാപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ട്രിപ്പിൾ ടാപ്പ് ആണെങ്കിൽ നമ്മുടെ ക്യാമറ ബാക്ക് ക്യാമറ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ ടാപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈസ് വേഴ്സ. നമുക്ക് ഫ്രണ്ട് ക്യാമ ബാക്ക് ക്യാം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ടാപ്പ്, ഈ ഒരു സംഭവം ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. സോ അത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച്, നമ്മളിതിൻ്റെ ബട്ടൺസിൻ്റെ കൺട്രോൾസിനെ കുറിച്ച്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ യൂഷ്വൽ നമ്മുടെ സി ടൈപ്പ്, നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സി ടൈപ്പ് പോർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സി ടൈപ്പ് പോർട്ട് കൂടാതെ തന്നെ നമ്മുടെ USB എയർ ടൈപ്പ്, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഒരു USB പോർട്ടും ഒരു സാധാരണ USB പോർട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ബട്ടൺസിനെ കുറിച്ചും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പോർട്ടുകളെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി നമ്മൾ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുക്കുക. നമ്മൾ മറ്റ് ചില ജിംബലിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ പല കമ്പനികളുടെയും ജിംബലുകൾ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഓരോ ഡിവൈസ് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തണം. ഓരോ ആക്സസിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. പക്ഷേ ഇതിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ അല്ല. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ക്യാമറ ഇറക്കി വയ്ക്കുക, ബട്ടൺസ് ഒന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഇറക്കി വയ്ക്കുക. ഇത് അത്യാവശ്യം ഒരു സിമെട്രിക്കായി, അല്ലെങ്കിൽ അത്യാവശ്യം രണ്ട് പുറവും കൂടി ഒരു സിമെട്രിക് എന്നുള്ളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഇതില്ലാതെ നമുക്കിത് കിട്ടും. അഥവാ നമ്മൾ ഈ സാധനം സ്റ്റെബിലൈസ് ആയെന്ന് പറയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് പിടിച്ചിട്ട് പിന്നെ ഒന്ന് റീസെൻറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റീസെൻറ്റർ ആയിരിക്കും. സോ ഇപ്പോൾ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്രേറ്റ് മോഡിലാണ് ഇപ്പോൾ ഈ സംഭവം കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജിമ്മിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും പോർട്രേറ്റ് മോഡിലാണ് കിടക്കുന്നത്. ഇനി ലാൻഡ്സ്കേപ്പ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബട്ടൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു M ബട്ടൺ, ഈ ഒരു ബട്ടൺ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലാൻഡ്സ്കേപ്പിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുക. ഫർദർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പോർട്രേറ്റിലേക്ക് മാറും. സോ നമ്മൾ പറഞ്ഞ കൺട്രോൾസ്. പിന്നെ അനലോഗിൻ്റെ കാര്യം പറഞ്ഞത്, ജസ്റ്റ് ഈ അനലോഗ് സ്റ്റിക്ക് ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയും, റൈറ്റിലേക്ക് തിരിയും, ടോപ്പ്, ബോട്ടം, അങ്ങനത്തെ കൺട്രോൾസൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ജസ്റ്റ് നമുക്കിതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, ചില ഇതുണ്ടാവുകൊണ്ട് നമുക്കിപ്പോൾ ഇതിങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരത്തിലുള്ള കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഡിവൈസിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഡിവൈസിൽ പോയിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു യെല്ലോ ലൈറ്റാണ് കത്തിയിട്ടുള്ളത്. നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തപ്പോൾ പച്ച ലൈറ്റായി. ഇത് കണ്ടില്ലേ? സാധനം പച്ച ലൈറ്റായി. സോ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ്, ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. കണ്ടില്ലേ? ഒരു ഫോട്ടോ ഇപ്പോൾ ക്യാപ്ചർ ചെയ്തു. കണ്ടില്ല? ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫോട്ടോ എടുത്തപ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാവുന്നത്. ഇനി വീഡിയോ ആണെങ്കിൽ നേരെ തിരിച്ച് വീഡിയോ. സോ ഫർദർ പിന്നെ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൂം ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ച ഈ ഒരു ബട്ടൺ പിടിച്ചിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ? സൂം ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ സൂം ചെയ്യാനും തിരിച്ച് നമ്മൾ ചോട്ടിക്കായി കഴിഞ്ഞാൽ എന്താണ്, സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. ബാക്കിലുള്ള മറ്റ് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാം ആക്കണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടാപ്പ്, നമ്മൾ സിംഗിൾ ടാപ്പ് പറഞ്ഞാൽ ആക്റ്റീവ് മോഡ്, അത് നമ്മൾ പറഞ്ഞു നമ്മുടെ dji OSMO എന്ന് പറഞ്ഞ ആപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ട്. നമ്മളിപ്പോൾ ആപ്പിക്കൊന്നും പോകുന്നില്ല, കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. അത് വാങ്ങുന്നതുണ്ടെങ്കിൽ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഇൻ്റർഫേസേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ നമ്മളിതിൻ്റെ ഡിഫോൾട്ട് നമ്മുടെ ക്യാമറ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമ്മുടെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമ മാറിയിട്ട് എന്തായി, ബാക്ക് ക്യാമായി. കണ്ടില്ലേ? ഫ്രണ്ട് ക്യാമ മാറിയിട്ട് ബാക്ക് ക്യാമായി, ബാക്ക് ക്യാമ മാറിയിട്ട് ഫ്രണ്ട് ക്യാമായി. നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്തു. സോ അത്രയാണ് ഇതിൻ്റെ ഒരു കൺട്രോൾസിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ജിംബൽ തന്നെയാണ് നമ്മുടെ dji OSMO മൊബൈൽ എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഇതിൻ്റെ ബട്ടൺസിനെ കുറിച്ച്. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാം, മറ്റ് ജിംബലുകളെ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ യൂഷ്വലായിട്ട് നമ്മളൊന്ന് സിമെട്രിക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെയുള്ള പരിപാടികളിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ട്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അത്രയും ഇതിൻ്റെ കൺട്രോൾസിനെ കുറിച്ചും നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഒരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച്, ഇതിൻ്റെ സെറ്റപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ഇതിൻ്റെ ഒരു വില ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടത് 7490 രൂപയാണ് ഇതിൻ്റെ ഒരു വില വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വിലയ്ക്ക് അത്യാവശ്യം വേർത്തായിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ dji OSMO മൊബൈൽ എന്ന് പറയാനായിട്ട് സാധിക്കും.
നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് dji OSMO മൊബൈൽ 3 എന്ന് പറഞ്ഞ ഡിവൈസിനെ കുറിച്ചിട്ടാണ്, ഈ ഒരു ജിംബലിനെ കുറിച്ചിട്ടാണ്. സോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, പിന്നെ അതിൻ്റെ സെറ്റപ്പ്, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബട്ടൺസ് കൺട്രോൾസ് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ജിംബലൊക്കെ വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ, സിനിമാറ്റോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഷോർട്ട് ഫിലിംസ് എടുക്കണം, എന്നാൽ ഒരു ചെറിയ രീതിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഡിവൈസ് നോക്കി നടക്കുന്നവരാണെങ്കിൽ, ഒരു ജിംബൽ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡിവൈസ് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.